ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർ എഴുതിയ 1 ലേഖനം 4 അധ്യായം അതിൻ്റെ 16 17 വാക്യങ്ങൾ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഇന്നത്തെ നമ്മളുടെ ചിന്ത എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ മഹാപ്രഭയോടുകൂടിയുള്ള മധ്യാകാശത്തിലുള്ള ആ ദൈവത്തിന്റെ കാഹളത്തോട് ഒത്തുള്ള ആ വരവിനെ കുറിച്ചാണ്. കർത്താവിന്റെ രണ്ടാം വരവെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ധ്യാനിക്കുന്ന ഒരു കാര്യമാണ്. അനേക കാലഘട്ടങ്ങളായി നാം കാത്തിരിക്കുന്നതാണ് ക്രിസ്തുവിന്റെ രണ്ടാം വരവ്. കർത്താവായ യേശു ക്രിസ്തു വരുന്നതിന് അനേക അടയാളങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ആർക്കും ഗണിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ക്രിസ്തുവിന്റെ രണ്ടാം വരവെന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, നാളും നാഴികയും അറിയാത്തത് കൊണ്ട് ഉണർന്നിരിക്കണം. കർത്താവ് പറയുന്നത്, ഞാൻ കള്ളനെ പോലെ വരും. ഇത് നമുക്ക് അറിയാവുന്നതാണ്. ഏത് സമയം വരുമെന്ന് ആർക്കും ഗണിക്കുവാൻ കഴിയുകയില്ല. നമുക്കറിയാം, അത്തി തളിർക്കുമ്പോൾ വേനൽ അടുക്കും എന്നുള്ളൊരു അടയാളമുണ്ട്. ഇതുപോലെ പല അടയാളങ്ങൾ സംഭവിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ വരവ് അടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ക്രിസ്തുവിന്റെ വരവിന് അനുബന്ധിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് നമുക്കറിയാം, അവിടെ ക്ഷാമവും യുദ്ധവും ഭൂകമ്പവും പലവിധമായ പ്രശ്നങ്ങളും ഉണ്ടാകും. ജാതിയോട് എതിർക്കും. ഇതെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒന്നാണ് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ്. ഇവിടെ നമ്മൾ അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കാരണം സഭയ്ക്ക് കൊടുക്കുന്ന ഒരു ഉദ്ബോധനമാണ് ഇത്. ക്രിസ്തു എപ്പോൾ വേണമെങ്കിലും വരാം. നാം യേശു ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കണം. യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ഒരുങ്ങിയിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ആ മധ്യാകാശത്തിലുള്ള ആ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ കഴിയുന്നത്. ഇവിടെ മനസ്സിലാക്കുന്നത്, പലരും ഉറങ്ങുന്ന അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആത്മീകമായി ഉണർന്നിരിക്കേണ്ടതായിട്ടുണ്ട്. ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് ആത്മീക ഉണർവിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഈ അവസ്ഥ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവിന്റെ വരവിൽ നാം ഒരുങ്ങിയിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനത്തിനകത്ത് പറയുന്നത്. നമുക്കറിയാം, കർത്താവ് എന്തുകൊണ്ടാണ് വരാത്തത്? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അനേക കാലഘട്ടങ്ങളായിട്ട് ദൈവത്തിനെതിരെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ക്രിസ്തു എന്തുകൊണ്ട് വരുന്നില്ല? പല യുദ്ധങ്ങളും നടക്കുന്നുണ്ട്. ക്ഷാമം നടന്നു, ഭൂകമ്പം എവിടെയായി ഉണ്ടായി, പല അടയാളങ്ങൾ നടന്നതായിട്ട് പറയുന്നുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് വരാത്തതെന്നുള്ള ചില പരിഹാസ ചോദ്യങ്ങൾ പലരുടെ ഇടയിൽ നിന്നും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്കറിയാം, കർത്താവ് പറയുന്ന ലക്ഷണങ്ങൾ കണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത്തി തളിർക്കുമ്പോൾ വേനലെടുക്കും എന്ന് നിങ്ങൾ ഗണിക്കണം. ഇതുപോലെയാണ് കൃത്യമായ അടയാളങ്ങൾ. അത് കൂടുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ക്രിസ്തുവിന്റെ വരവ് അടുത്തു എന്ന്.
ഇവിടെ കർത്താവ് മധ്യാകാശത്തിൽ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ ഒരു മഹാപ്രഭയോടെയാണ് ക്രിസ്തുവിന്റെ രണ്ടാം വരവ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, ഒരുങ്ങിയിരിക്കുന്നവർ മധ്യാകാശത്തിങ്കിലേക്ക് എടുക്കപ്പെടും, ഒരുങ്ങിയിരിക്കാത്തവർ തള്ളപ്പെടും. അതുകൊണ്ട് ക്രിസ്തുവിന്റെ വരവെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. നമ്മൾ മുമ്പേ ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് കർത്താവ് മധ്യാകാശത്ത് വരുന്നില്ല എന്നതാണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്: അത്തി തളിർക്കുമ്പോൾ വേനൽ അടുക്കും എന്ന് നിങ്ങൾ ഗണിക്കണം. അടയാളങ്ങൾ കണ്ട് ഗണിക്കണം. ഇതിന്റെ യഥാർത്ഥമായ ഒരു വലിയ അടയാളം നമുക്ക് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യപുത്രന്റെ വരവിന് മുൻപ് സുവിശേഷം സർവ സൃഷ്ടിയോടുകൂടെ അറിയിക്കണം. ഇതൊരു വലിയ അടയാളമാണ്. ഈ അടയാളം സംഭവിക്കാത്തിടത്തോളം കാലം കർത്താവായ യേശുക്രിസ്തു വരത്തില്ല. കാരണം നമുക്കിവിടെ മനസ്സിലാക്കുന്ന, അത്തി തളിർക്കുമ്പോൾ വേനലടുത്തു എന്ന് നിങ്ങൾ ഗണിക്കണം. അതുപോലെ നിങ്ങൾ കൃത്യമായ അടയാളങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാകണം. ഏത് സമയത്ത് നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. കള്ളൻ എപ്പോൾ വരുന്നു എന്ന് ആർക്കും പറയുവാൻ സാധിക്കുകയില്ല. നമുക്കറിയാം, ഒരു ഭവനത്തിനകത്ത് കള്ളൻ കയറിയാൽ ഒരിക്കലും കള്ളനെ വരുമോ എന്ന് വരുത്തില്ലയോ, അല്ലെങ്കിൽ എപ്പോൾ വരും, ഇതൊന്നും ആർക്കും ഗണിക്കാൻ കഴിയില്ല. കള്ളന്റെ വരവിനെ കുറിച്ച് ആർക്കും ഗണിക്കാൻ കഴിയുകയില്ല. ഏത് നേരത്തും ഒരുപക്ഷെ കള്ളൻ വരാം. ഇതുപോലെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ക്രിസ്തുവിന്റെ വരവെന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും. അതാർക്കും ഗണിക്കാൻ കഴിയുകയില്ല. എന്നാൽ അടയാളങ്ങൾ കണ്ട് നാം മനസ്സിലാക്കണം. ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള ചിന്തയാണ് ഇന്ന് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. ക്രിസ്തു എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള ചോദ്യത്തിന്റെ യഥാർത്ഥ ഉത്തരം, സുവിശേഷം സർവ സൃഷ്ടിയോടുകൂടി അറിയിക്കണം. സുവിശേഷം സർവ സൃഷ്ടിയും സകല രാജ്യങ്ങളും അറിയിക്കാതെ ഒരിക്കലും ക്രിസ്തു വരികയില്ല. ഇതൊരു വലിയ കാരണമാണ്. അപ്പോൾ സുവിശേഷം സർവ സൃഷ്ടിയും അറിയുക എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് ലോകത്തെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അത്തി തളിർത്തു എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് വേനൽ അടുത്തു എന്ന് പറയുന്നത് പോലെ, ഇപ്പോൾ നമുക്ക് ലോകത്തെ നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ക്രിസ്തുവിന്റെ വരവടുത്തു എന്ന് പറയാൻ കഴിയുകയില്ല. അതിന് കാരണം സുവിശേഷം സർവ സൃഷ്ടിയോടുകൂടി അറിയിക്കണം. അപ്പോൾ ഈ ഭൂമിയിൽ എത്ര രാജ്യങ്ങളുണ്ട്, അത്രയും രാജ്യങ്ങളിൽ സുവിശേഷം അറിയിക്കണം. സർവ സൃഷ്ടിയും എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ സകല മാനവജാതികളും സുവിശേഷം അറിയണം, സുവിശേഷം കേൾക്കണം. അപ്പോൾ ഭൂമിയിൽ എത്ര രാജ്യങ്ങളുണ്ടോ ആ മൊത്ത രാജ്യങ്ങളിലെയും മൊത്ത ജനങ്ങളും സുവിശേഷം കേട്ട് ഒരു ഉദ്ബോധനം ഉണ്ടാകണം. യേശു ക്രിസ്തു അത് ദൈവപുത്രനാണ്. ആ ക്രിസ്തുവിൽ കൂടെയാണ് രക്ഷ എന്നുള്ള വലിയ സത്യം. ആ കർത്താവ് രണ്ടാമതായി വരവുണ്ടാകും എന്നുള്ളൊരു വലിയ സത്യം നാം മനസ്സിലാക്കണം. അങ്ങനെ ഈ ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ മനുഷ്യരും സുവിശേഷം കേട്ടിരിക്കണം. അങ്ങനെ സുവിശേഷം എല്ലാ രാജ്യത്തിലും എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ക്രിസ്തുവിന്റെ വരവ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, മനുഷ്യപുത്രന്റെ വരവിന് മുൻപായിട്ട് സുവിശേഷം സർവ സൃഷ്ടിയോടുകൂടി അറിയിച്ചിരിക്കണം. ഇത് കർത്താവിന്റെ ഒരു കൽപ്പന കൂടെയാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ യഥാർത്ഥ സാരാംശം എന്ന് പറയുന്നത്, നമ്മുടെ ഭൂമിയിൽ എത്ര രാജ്യങ്ങളുണ്ട് അവരെല്ലാം സുവിശേഷം അംഗീകരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരണം. എല്ലാവരും മനസ്സിലാക്കണം. അപ്പോഴാണ് ഭൂമിയിലെ എല്ലാ മനുഷ്യരും ഒരുക്കപ്പെട്ടു, അല്ലെങ്കിൽ അവര് അതിനെക്കുറിച്ച് ഉദ്ബോധനം ഉണ്ടായി എന്ന് പറയാൻ. അതിൽ ഒരുക്കപ്പെട്ടവരെ മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശത്തിലുള്ള വരവിൽ എടുക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ എത്ര രാജ്യങ്ങളുണ്ടോ അത്രയും രാജ്യങ്ങളുടെ അത്രയും മനുഷ്യർ സുവിശേഷം കേട്ടിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മളുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഭൂമിയിലെ പല രാജ്യങ്ങളിലും നോക്കും, പല രാജ്യങ്ങളിലും സുവിശേഷം അറിയിക്കുവാൻ കഴിയുകയില്ല.
ചില രാജ്യങ്ങളിൽ സുവിശേഷം അംഗീകരിക്കുന്നില്ല. സുവിശേഷ പ്രസംഗങ്ങൾക്ക് എതിരായിട്ട് പല രാജ്യങ്ങളുണ്ട്. പലരും സുവിശേഷത്തിന് എതിരായിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ പലയിടത്തും ഇന്നും സുവിശേഷം കൃത്യമായി കേൾക്കപ്പെടുന്നില്ല. നമ്മളുടെ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന രാജ്യം അത് സുവിശേഷത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണോ? അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ നമ്മൾ ഭൂഖണ്ഡങ്ങളിലേക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ സുവിശേഷത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രാജ്യങ്ങളാണോ അവിടെയെല്ലാം ഉള്ളത് എന്ന് നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പലയിടങ്ങളിലും സുവിശേഷ പ്രസംഗങ്ങൾ നടത്തുന്നതിന് എതിർപ്പുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് എല്ലാ രാജ്യങ്ങളും എല്ലാ മനുഷ്യനും സുവിശേഷം കേൾക്കുന്ന ഒരു അനുകൂലതയിലേക്ക് വരണം. സുവിശേഷം സർവ്വ സൃഷ്ടിയോടും അറിയിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അത്തി തളിർക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരും. അതിനോടനുബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത് പല അടയാളങ്ങൾ സംഭവിക്കും. അതായത് നമുക്ക് മനസ്സിലാക്കുക, യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും അങ്ങനെ ജാതിയോട് എതിർക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരും. നമുക്ക് മനസ്സിലാക്കുവാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന സുവിശേഷം സർവ്വ സൃഷ്ടിയോടുകൂടെ അറിയിക്കണം. അപ്പോൾ മാത്രമേ നമ്മളുടെ ഉപമയുമായിട്ടുള്ള ബന്ധം ശരിയാകൂ. അത്തി തളിർക്കുമ്പോൾ വേനലടുത്തു എന്ന് കൃത്യമായി ഗണിക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ വരവ് അടുത്തു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഭൂമിയിലെ സകല രാജ്യങ്ങളും സുവിശേഷം കേൾക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരണം. സകല മനുഷ്യരും, പല രാജ്യങ്ങളും അത് അംഗീകരിക്കുന്നില്ല. സുവിശേഷത്തിന് എതിരായിട്ട് പല രാജ്യങ്ങളും നിൽക്കുന്നുണ്ടായിരിക്കാം. നമുക്ക് മനസ്സിലാകുന്നത് എല്ലാ രാജ്യങ്ങളും എല്ലാ മനുഷ്യരും സുവിശേഷം അംഗീകരിക്കണം, സുവിശേഷം മനസ്സിലാക്കണം. ഇതാണ് യഥാർത്ഥമായ കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യപുത്രന്റെ വരവിന് മുൻപായി എല്ലാവരും സുവിശേഷം അറിഞ്ഞ് ഒരുങ്ങിയിരിക്കേണ്ടതായിട്ടുണ്ട്.